യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ജയ്പൂരിലെ ജൽമഹൽ അഥവാ ജലകൊട്ടാരത്തിലേക്കാണ്. ജയ്പൂരിലെ മാൻസാഗർ തടാകത്തിന് നടുവിലുള്ള ഒരു കൊട്ടാരമാണ് ജൽമഹൽ. 1699 ഈ കൊട്ടാരം ആദ്യം നിർമ്മിച്ചത്. ഈ കൊട്ടാരവും അതിനു ചുറ്റുമുള്ള തടാകവും പിന്നീട് 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആംബറിലെ മഹാരാജാവായ ജയ്സിംഗ് രണ്ടാമൻ പുതുക്കിപ്പണിയുകയും വിപുലീകരിക്കുകയും ചെയ്തു. ഇത് നിർമ്മിച്ചപ്പോൾ മഹാരാജ മാധോ സിംഗ് ഇതൊരു കൊട്ടാരമായി ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പകരം താറാവ് വേട്ടയ്ക്കിടെ രാജാവിനും പരിവാരങ്ങൾക്കും ഒരു വേട്ടയാടൽ വാസസ്ഥലമായിട്ടായിരുന്നു ഉദ്ദേശിച്ചത്. മാൻസാഗർ തടാകത്തിൻ്റെ തീരത്തു നിന്ന് ധാരാളം ആളുകൾ ജൽമഹൽ കാണാൻ വരുമ്പോൾ ഈ പുരാതന കൊട്ടാരം പണിയുന്നതിലെ സാങ്കേതികവിദ്യയും നൂതന രൂപകൽപ്പനയും പലർക്കും അറിയില്ല. ഉപരിതലത്തിൽ നിന്ന് ഒരു നിലയുണ്ട് എന്ന് മാത്രമാണ് തോന്നുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ കൊട്ടാരത്തിന് 4 മുങ്ങിക്കിടക്കുന്ന നിലകളുണ്ട്. കാരണം അതിൻ്റെ കൽഭിത്തി ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നു. കൂടാതെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മോട്ടാർ കൊട്ടാരത്തിലേക്ക് വെള്ളം ഒഴുകുന്നത് തടയുന്നു. ഇവിടെ ചെന്നാൽ രാജസ്ഥാനിലെ പരമ്പരാഗത വേഷങ്ങൾ ധരിച്ച് ഫോട്ടോസ് എടുക്കാനുള്ള സൗകര്യങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്. ഇനി ജയ്പൂർ സന്ദർശിക്കുമ്പോൾ ജൽമഹൽ തീർച്ചയായും കാണുക. ഇതൊരു അത്ഭുത നിർമ്മിതിയാണ്. നന്ദി.